ഇന്ന് നമുക്ക് മത്തങ്ങയും കൊണ്ട് മെഴുക്ക് പുരട്ടിയും കോവയ്ക്കയും കൊണ്ട് അടയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇത് നമ്മുടെ മത്തനേൻ്റെ മത്തങ്ങ കേട്ടോ. ലാസ്റ്റ് മത്തങ്ങയാണ്. ലാസ്റ്റ് മത്തങ്ങയുടെ ലാസ്റ്റ് പീസ്. അതിൻ്റെ തൊലി നല്ലപോലെ ഒന്ന് നൈസായിട്ട് മൊത്തം ഒന്ന് ചെത്തിക്കളഞ്ഞേച്ച് ഇതുപോലെ നമ്മൾ ഈ മാങ്ങാച്ചാറിനൊക്കെ അരിയല്ലേ അതുപോലെ തീരെ നൈസല്ല, തീരെ നൈസായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴത്തേന് അത് കുഴഞ്ഞു പോവുക. ഇച്ചിരി കട്ടിയുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ ഒരു അര സ്പൂൺ ചെറിയ ജീരകം അതൊന്ന് പൊട്ടിക്കഴിയുമ്പം ഒരു 2-3 വറ്റൽമുളകും 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതും ഇച്ചിരി കരിയാപ്പിലയും കൂടെ ഒന്ന് ഒരു ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തേക്കണേ. എന്നിട്ട് ഉപ്പും മുളകും ഈ മത്തങ്ങയ്ക്ക് പെട്ടെന്ന് പിടിക്കുക. അപ്പോൾ അത് അനുസരിച്ചിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചച്ചവയൊക്കെ ഉള്ളിയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറുമ്പോൾ നമ്മുടെ മത്തങ്ങയും കൂടി ഇട്ട് ഇളക്കി ഈ അടപ്പ് അടച്ച് വെച്ചല്ലോ, അടപ്പ് മൂടി വെച്ച് വേവിക്കണേ. ആ അടപ്പിൻ്റെ അകത്ത് ആവി നിറയുന്ന അത്രയും നേരം കുക്ക് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് ചെറു തീയിലൊന്ന് കുക്കായി വരണേ. കണ്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ. എന്നിട്ട് ഇപ്പം അത് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമ്മളത് മൂടാതെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അത് റെഡിയായേ. ഇനി നമുക്ക് കോവയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോവല ഉണ്ടായ കോവയ്ക്കാണെങ്കിൽ 3-4 പഴുത്ത് പോയി കേട്ടോ. അപ്പോൾ ആ പഴുത്ത് നമ്മൾ കളയരുത്. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുവേ. അപ്പോൾ കുറേ പേരൊന്നും പഴുത്ത് എടുക്കത്തില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ ശരിയാകും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ അരിഞ്ഞില്ലേ അതുപോലെ 4ആയിട്ട് മുറിച്ച് വെച്ച് വട്ടത്തിലൊന്നുകൂടെ മുറിച്ചെടുക്കണേ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അതൊരു ഇഴച്ചിലുണ്ട് ഈ കോവയ്ക്കായ്ക്ക്, അതൊന്ന് പോകാൻ വേണ്ടിയാണ്. എന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് മാറാൻ വെച്ചേക്കണേ. വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി, ഈ ഇടിയപ്പം പതിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ അതും, ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുക്കണേ. എന്നിട്ട് ഒരു ചെറിയ സ്പൂൺ ചിക്കൻ മസാലയും ഒരു കളർ കിട്ടാൻ വേണ്ടി ഇച്ചിരി കാശ്മീരി ചില്ലിയും ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പച്ചവെള്ളത്തിൽ ആദ്യം ഇച്ചിരി വെള്ളത്തിലൊന്ന് കുഴച്ച് വെച്ച് ഇതുപോലെ നല്ല ലൂസായിട്ട് കുഴച്ചെടുക്കണേ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ കോവയ്ക്ക ചേർത്തേക്കണം കേട്ടോ. ഈ കോവയ്ക്കായ്ക്കും കൂടെ ഉള്ള ഉപ്പ് എരിവൊക്കെ കൂടി ഇച്ചിരി ഉപ്പ് കൂടുതൽ ഇട്ടോണം നമ്മൾ ആ ബാറ്റർ ഉണ്ടാക്കുമ്പോഴേ. എന്നിട്ട് അത് അവിടെ അങ്ങ് സെറ്റായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിച്ച് വെക്കണേ. എന്നിട്ട് പാനിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം ഇതുപോലെ എല്ലായിടത്തും കോവയ്ക്ക വരുന്ന പോലെ ആ ബാറ്റർ ആ കോവയ്ക്ക കൂട്ടി ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. ചെറു തീയിൽ മൂടി വെച്ച് ഒരു 3-3.5 മിനിറ്റൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേനും 5 മിനിറ്റൊന്നും വെച്ചുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ അടിക്ക് പിടിക്കും. എന്നിട്ട് നമുക്കിത് മറിച്ചിടാവേ. ഇപ്പം നമ്മൾ അങ്ങനെ ബാറ്റർ അങ്ങ് ഒഴിക്കുമ്പോൾ ആ അങ്ങേ വശത്ത് കോവയ്ക്ക കുറവായിരിക്കും. അപ്പോൾ ഈ വശവും നമ്മൾ മൂടി വെച്ച് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. ഇതുകൊണ്ട് മറിച്ചിടുമ്പോഴൊന്നും പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. മൂടി വെച്ച് കുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ആ വശത്തെ കോവയ്ക്കായും വേകണം. ഇനിയിപ്പോൾ ഇത് എടുക്കാൻ പാകമായോ എന്ന് അറിയണമെങ്കിൽ ഇത് പതുക്കെ ഒന്ന് മാറ്റി നോക്കുമ്പോൾ കോവയ്ക്കയുടെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയാൽ അങ്ങേ വശത്തെ ആയിക്കോട്ട് തുടങ്ങിയാൽ അത് വാങ്ങാറായിന്ന കേട്ടോ. അതിനകത്താണേലും നമ്മൾ ആ ഒഴിച്ച എണ്ണയൊന്നും ആ കോവയ്ക്ക കുടിച്ചിട്ടൊന്നുമില്ല. ഇത് കണ്ടോ, ആ എണ്ണയൊക്കെ ബാക്കിയാൽ നമുക്ക് ആ പാത്രത്തിലോട്ട് തന്നെ വന്നോളുവേ. ആർക്ക് വേണേലും കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ പറമ്പിൽ ഉണ്ടാകുന്നല്ലേ വെജിറ്റബിൾസൊക്കെ പിള്ളേരെയൊക്കെ കഴിപ്പിക്കാൻ എന്തൊക്കെയുള്ളൂ രക്ഷയുള്ളൂ. അതുപോലെ മത്തങ്ങ ആയാലും കുഴഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണേ.